ഹലോ ഗൈസ്, കുറെ കാലത്തിന് ശേഷം ഞാൻ വീണ്ടും വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നു. രാവിലെ തന്നെ പുട്ടും കടലയും കഴിച്ച് നേരെ ഓഫീസിലേക്ക് ഇറങ്ങി. പുറത്തിറങ്ങിയപ്പോഴെങ്കിൽ ഭയങ്കര മഴ. എനിക്കാണെങ്കിൽ ഈ മഴ ഒട്ടും പിടിക്കാത്തൊരു കാര്യമാണ് ഈ ജീൻസ് പാൻറ് നനയുന്നത്. അങ്ങനെ നനഞ്ഞ പാൻറ് വിട്ട് നേരെ ഓഫീസിലെത്തിയോ നമ്മൾ നേരെ വർക്കിനിരുന്നു. അപ്പോഴാണ് ജിത്തു അവൻ്റെ പുതിയ ഔട്ട്ഫിറ്റ് ഇട്ട് ഓഫീസിലേക്ക് എത്തിയത്. ആളൊരു മോഡലാണ്, അതുകൊണ്ട് തന്നെ വെറൈറ്റി ഔട്ട്ഫിറ്റ് മാത്രമേ അവൻ വെയർ ചെയ്യാറുള്ളൂ. ലഞ്ച് ടൈം എപ്പോൾ നമ്മൾ നേരെ തൊട്ടപ്പുറത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടു ഒരു ബീഫ് ഫ്രൈ വാങ്ങാൻ. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണെങ്കിൽ നല്ല ബിരിയാണി ചെമ്പിന്റെ ദമ്മ് പൊട്ടിച്ച് ഇളക്കുന്നത് കണ്ടത്. അത് കണ്ടപ്പോൾ ഒരു ബിരിയാണി കഴിച്ചാലൊന്ന് ബുദ്ധി തോന്നി. പിന്നെ വന്ന കാര്യം ഓർത്തപ്പോൾ നമ്മളത് വേണ്ടെന്ന് വെച്ചു. പിന്നെ നമ്മൾ നമ്മുടെ സാധനവുമായി നേരെ ഓഫീസിലേക്ക് നടന്നു. നേരെ പോയി ലഞ്ചും കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ വീണ്ടും വർക്കിനിരുന്നു. ഒരു ഡിജിറ്റൽ മാർക്കറ്റർ എന്ന നിലയ്ക്ക് കൂടുതൽ ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ ക്യാമ്പയിൻ ചെയ്തിട്ടും ഇത്രയ്ക്ക് കുറഞ്ഞ കോസ്റ്റ് വരുന്നത് ആദ്യമായിട്ടാണ്. എന്ന് വെച്ചാൽ സാധാരണ എനിക്ക് ഒരു ലീഡിന് വരുന്ന കോസ്റ്റ് പറഞ്ഞാൽ 20 to 50 റുപ്പീസിൻ്റെ ഉള്ളിലാണ്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ആ പർട്ടിക്കുലർ ക്യാമ്പയിന് വന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലീഡിന് വെറും 2 രൂപ 50 പൈസ. അപ്പോൾ ഏകദേശം ആ ഒരു സ്പെൻഡിൻ്റെ എമൗണ്ട് നമുക്ക് കുറയ്ക്കാനും സാധിച്ചു. അതുപോലെ തന്നെ കൂടുതൽ ലീഡ് കിട്ടുകയും ചെയ്തു. സോ എൻ്റെ ഈ വീഡിയോ കാണുന്നവരെ ആരെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്നവരോ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് DM ചെയ്താൽ മതി. നിങ്ങളിപ്പോൾ കറന്റ് റണ്ണിങ് ആയ ബിസിനസ് ആണെങ്കിൽ അതിൻ്റെ ഏതൊക്കെ വെർട്ടിക്കൽസിലാണ് നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉള്ളത്, അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽസ് മൊത്തം ഞാൻ പറഞ്ഞുതരാം. ഈവനിങ് ആയപ്പോൾ നമ്മളൊരു ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ ജിമ്മിലേക്ക് വിട്ടു. അവിടെ എത്തിയപ്പോൾ നമ്മൾ നേരെ ലെഗിനുള്ള വർക്കൗട്ടും ചെയ്തു. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ഒന്ന് ഫോളോ ചെയ്തേക്കെ. അപ്പം എന്തായാലും ഇനി അടുത്ത സ്റ്റോറിയിൽ കാണാം.